ദേവിനി ഇയാളുടെ അച്ഛന്റെ ഹാർട്ട് മാറ്റിവെക്കുകയല്ലാതെ ഇനി വേറെ മാർഗമൊന്നുമില്ല. ഡോക്ടർ, ഞാൻ എന്റെ കയ്യില്. എനിക്കറിയാം അതിന് 20 ലക്ഷം രൂപയാകുമെന്നും അത് തന്റെ കയ്യിലില്ല എന്നും. അതെനിക്ക് മനസ്സിലാകും. പക്ഷെ താനൊന്ന് മനസ്സിലാക്കണം, ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. ദേവിനി, തന്റെ അച്ഛനെ ഞാനിപ്പോ ഡിസ്ചാർജ് ചെയ്യാം, പക്ഷെ ഇനിയൊരു പ്രശ്നമുണ്ടായാൽ സർജറി ചെയ്തേ പറ്റൂ. അത്രയും പറഞ്ഞു ഡോക്ടർ ശരത്ചന്ദ്രൻ അവളെ വിട്ട് അകന്നുപോയപ്പോൾ ദേവിനിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഇത്രയും പണം, ഈശ്വര! എന്റെ അച്ഛൻ! ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിലൂടെ തിരക്കുകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവളുടെ ശരീരം തളരുന്നതുപോലെ തോന്നി. അവളുടെ അച്ഛൻ ദേവിനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് ആകെക്കൂടി പറയാനുള്ള ഒരേയൊരു ജീവൻ. അവൾ ജനിച്ച ഉടനെ അവൾക്ക് നഷ്ടമായതാണ് അവളുടെ അമ്മയെ. പിന്നെ പൊന്നുപോലെയാണ് അവളുടെ അച്ഛൻ അവളെ നോക്കി വളർത്തിയത്. പ്രണയവിവാഹമായിരുന്നതുകൊണ്ടുതന്നെ അവളുടെ അമ്മയുടെ വീട്ടുകാരോ അച്ഛന്റെ വീട്ടുകാരോ അവരും തന്നെ അവരെ സഹായിക്കാൻ നിന്നില്ല. അമ്മയില്ലാത്തതിന്റെ ഒരു കുറവും അച്ഛൻ അവളെ അറിയിച്ചിരുന്നതുമില്ല. ദേവിനി ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നത്. ജീവൻ കയ്യിൽ വെച്ച് അച്ഛനെയും കൊണ്ടവൾ ഹോസ്പിറ്റലിലേക്ക് ഓട്ടി. പക്ഷെ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ, ഇനി അധികകാലം അദ്ദേഹത്തിന് ആ ഹൃദയം തുടിക്കില്ല എന്നതാണ്. അതിനിനി അധികനാൾ ആയുസ്സുണ്ടാകില്ലാത്രേ. കയ്യിൽ സമ്പാദ്യം എന്ന് പറയാൻ ഒന്നുമില്ലാഞ്ഞിട്ടും അവൾ അച്ഛനെ ചികിത്സിച്ചു. ആകെക്കൂടിയുണ്ടായിരുന്ന അല്പസ്ഥലവും പൊട്ടിപ്പൊളിഞ്ഞൊരു വീടും പണയത്തിലായി. പക്ഷേ അച്ഛന്റെ ഹൃദയം പഴയതുപോലെ ആയില്ല. അതിന്റെ ശക്തി അപ്പോഴേക്കും ആ ഹൃദയത്തിന് നഷ്ടമായിരുന്നു. ഹൃദയം മാറ്റിവെക്കണം, ഇനി അതുമാത്രമേ ഉള്ളച്ഛന് കിട്ടാനുള്ള ആകെ പോംവഴി. വല്ലാത്തൊരു മാനസികാവസ്ഥയോടെ അവൾ അച്ഛനെ കിടത്തിയിരുന്ന റൂമിലേക്ക് ചെന്നു. എന്താ മോളെ, മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലച്ചാ, ഞാൻ മോളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടല്ലേ? ഹേയ്, അങ്ങനൊന്നുമില്ലച്ചാ. നുണ പറയണ്ട, എനിക്കറിയാം എന്റെ കുഞ്ഞനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ. ഒഴുകിവരുന്ന മിഴികളമർത്തി തുടച്ചുകൊണ്ട് അവൾ ആ മനുഷ്യനെ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു. ഓഹോ, എന്നാലേ ആ കഷ്ടപ്പാട് ഞാനങ്ങ് സഹിച്ചു. ഇതെന്തൊരു കിടപ്പ, ഇതെത്ര ദിവസമായി? അങ്ങോട്ടെണീക്ക്. ഡോക്ടറെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, വീട്ടിൽ പോണ്ടേ നമുക്ക്? ഉള്ളിലൂറി വന്ന സങ്കടക്കടൽ അവൾ അച്ഛനെ കാട്ടാതെ മെല്ലെ അവൾ അച്ഛനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആകെ തല കറങ്ങുന്നതുപോലെ തോന്നുന്നുണ്ട്. ഈശ്വര, അച്ഛനും കൂടെ ഇല്ലാതായാൽ എനിക്ക്. പെട്ടെന്ന് ഹോസ്പിറ്റലിനു മുന്നിൽ വന്നു നിൽക്കുന്നൊരു ആംബുലൻസ്. അതിനകത്ത് ജീവനറ്റ് കിടക്കുന്നൊരു വൃദ്ധനായ മനുഷ്യൻ. അയാൾക്ക് ചുറ്റും വാവിട്ട് കരയുന്ന 2 സ്ത്രീകൾ. ഒരു നിമിഷം ആ കാഴ്ച കണ്ടുനിന്ന ദേവിനിയുടെ മനസ്സ് ഏതൊക്കെയോ വഴിയിലൂടെ നീങ്ങി. അവിടേക്ക് ഭയമിഴഞ്ഞു വന്നു. പെട്ടെന്ന് അവളുടെ ഫോണിലേക്കൊരു കാള് വന്നു. കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്.